Welcome to Matrix Academy for Civil Engineering. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോക്യാഡിൽ ഐസോമെട്രിക് എങ്ങനെയാണ് വരയുന്നത് എന്നാണ്. അപ്പം ഐസോമെട്രിക് വരയാനായി ആദ്യം ഇവിടെ സ്നാപ്പ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ സ്നാപ്പ് മോഡിൻ്റെ മുകളിൽ വെച്ച് റൈറ്റ് ബട്ടൺ അടിക്കുക, സെറ്റിങ്സ്, അതിനുശേഷം ഇവിടെ സ്നാപ്പ് ടൈപ്പിൽ ഐസോമെട്രിക് സ്നാപ്പ് ഇത് ഓണാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രോസ് ഹെയർ ഐസോമെട്രിക്കിൻ്റെ ഇതിലേക്ക് മാറിയതായി കാണാം. ഇനി വരയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ലൈൻ ടൂൾ എടുക്കുക, എൻ്റർ. ഇപ്പോൾ ഏത് പോയിന്റിലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഓർത്തോ സ്ട്രെയിറ്റ് ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓർത്തോ ഓൺ ആക്കുക, F8. ഏത് ഡയറക്ഷനിലേക്കാണ് ഇതിപ്പോൾ നമ്മൾക്ക് ഒന്ന് എക്സ് അതുപോലെ തന്നെ വൈ മുകളിലോട്ട്. ഇനി അതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ F5 അടിക്കുന്ന സമയത്ത് ക്രോസ് ഹെയറിൻ്റെ ഡയറക്ഷൻ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. F5. ഇനി ഈ ഡയറക്ഷനിലേക്ക് വേണ്ടതുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് ആവുകയാണെങ്കിൽ ഇതിൽ വെക്കുക. ഇനി ഡയറക്ഷൻ വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും F5 അടിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഞാനിതങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. അത് ഞാൻ ലൈൻ ടൂൾ എടുക്കുന്നു, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഡയറക്ഷനിലേക്ക് ഞാനൊരു 60 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയുന്നു. അതുപോലെ തന്നെ മുകളിലേക്ക് ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയുന്നു. വീണ്ടും ഇങ്ങോട്ടേക്ക് ഒരു 30ൻ്റെ ലൈൻ വരയുന്നു. മുകളിലേക്ക് വീണ്ടും 15, അതുപോലെ ഇങ്ങോട്ടേക്ക് വീണ്ടും 30. ഇത് ക്ലോസ് ചെയ്യുന്ന രണ്ടും. ഇനി എനിക്ക് ഈ ഡയറക്ഷനിലേക്ക് വരാൻ വേണ്ടി ഞാൻ ആ ക്രോസ് ഹെയറിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നു. F5 പ്രസ് ചെയ്തിട്ട് ലൈൻ എടുക്കുന്നു, എൻ്റർ. ഈ ഏരിയയിലേക്ക് ഞാൻ ഒരു 90 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുന്നു. ഇവിടുന്ന് വീണ്ടും പൊസിഷൻ മാറ്റുന്നു, F5. താഴേക്ക് 30 സെൻറ്റിമീറ്ററിൻ്റെത്, 15, ഒരു 15ൻ്റെ ലൈൻ അടിക്കുന്നു, എൻ്റർ. വീണ്ടും F5 വരച്ച് പൊസിഷൻ മാറ്റുന്നു, 30ൻ്റെ ലൈൻ വരയുന്നു. വീണ്ടും F5 അടിച്ച് പൊസിഷൻ മാറ്റുന്നു, ഈ രണ്ട് ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. വീണ്ടും ഈ രണ്ട് ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. വീണ്ടും ലൈൻ എടുത്ത് ഞാൻ ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഈ ഡയറക്ഷനിലേക്ക് 30 സെൻറ്റിമീറ്റർ ലൈൻ വരയുന്നു. ഇത് രണ്ടും തമ്മിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നു. ഇനി ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് F5 അടിച്ച് ഡയറക്ഷൻ മാറ്റുന്നു, 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയുന്നു. ഇത് തമ്മിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ഓട്ടോക്യാഡിൽ എളുപ്പത്തിൽ ഐസോമെട്രിക് വരേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലുള്ള നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.